നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ച് പറഞ്ഞു. ഇനി കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജസ് ആൻഡ് എൻഡ് അറ്റ് നെഗറ്റീവ് ചാർജസ്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസുമായി കുറച്ചൊക്കെ സിമിലാരിറ്റീസ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിലുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഒരു മാഗ്നറ്റ് എടുക്കുകയാണെങ്കിൽ, ഇതാണ് നമ്മുടെ ഒരു മാഗ്നറ്റ് എങ്കിൽ, ഇതാണ് നോർത്ത് പോള്, ഇതാണ് സൗത്ത് പോളെങ്കിൽ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും നോർത്തിൽ നിന്ന് തുടങ്ങി സൗത്തിലാണ് വന്ന് അവസാനിക്കുക. എവിടെ? ഒരു മാഗ്നറ്റിൻ്റെ പുറത്ത് നോർത്തിൽ നിന്ന് സൗത്തിലേക്കായിരിക്കും എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് ലൈനിൻ്റെ ഡയറക്ഷൻ. ആ മാഗ്നറ്റിൻ്റെ ഉള്ളിൽ കൂടി അത് സൗത്തിൽ നിന്ന് നോർത്തിൽ വന്ന് അവസാനിക്കും. നമ്മൾ പുറം ഭാഗം മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂവെങ്കിൽ നോർത്ത് പോളിൽ നിന്ന് തുടങ്ങി സൗത്ത് പോളിലായിരിക്കും വന്ന് അവസാനിക്കുക. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ലൈന് ഒരു സ്റ്റാർട്ടിംഗ് പോയിൻറ്റുമുണ്ട്, ഒരു എൻഡ് പോയിൻറ്റുമുണ്ട്, ഇവിടെയുമുണ്ട്. നമ്മുടെ കയ്യിൽ ഒരു പോസിറ്റീവ് ചാർജ് മാത്രമേ ഉള്ളൂവെങ്കിൽ, അതായത് ഇതൊരു ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജാണ്, അതിന് ചുറ്റും വേറെ ചാർജുകൾ ഒന്നും തന്നെ ഇല്ല എങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ പോസിറ്റീവ് ചാർജിൽ നിന്നായിരിക്കും ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, എവിടെ ചെന്നായിരിക്കും ഇത് അവസാനിക്കുക? ഇൻഫിനിറ്റിയിൽ. അതാണ് ആദ്യത്തെ പാർട്ട്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജസ്. ഐസൊലേറ്റഡ് ചാർജാണ്, ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജാണ്, മറ്റുള്ള ചാർജുകൾ ഒന്നും തന്നെ അതിൻ്റെ അടുത്തില്ല. ഇത് രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ്, രണ്ടാമത്തെ ഫിഗറാണ്, അതുകൊണ്ടാണ് ഇവിടെ അടുത്ത് വരച്ചിരിക്കുന്നത്. നമ്മൾ പോസിറ്റീവ് ചാർജ് മാത്രമേ എടുക്കുന്നുള്ളൂ, ആ പോസിറ്റീവ് ചാർജിൻ്റെ അടുത്ത് വേറെ ചാർജുകൾ ഒന്നും തന്നെ ഇല്ലെങ്കിൽ ഈ രീതിയിലായിരിക്കും അതിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളെ കാണാനായി സാധിക്കുക. എപ്പോഴും പോസിറ്റീവ് ചാർജുകളിൽ നിന്നായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഒരു ചാർജ് മാത്രമേ ഉള്ളെങ്കിൽ അത് എൻഡ് ചെയ്യുക എവിടെയായിരിക്കും? ഇൻഫിനിറ്റിയിലായിരിക്കും. ഇനി രണ്ടാമത്തെ പാർട്ട് നോക്കാം, ആൻഡ് എൻഡ് അറ്റ് ദ നെഗറ്റീവ് ചാർജസ്. അതായത് ഒരു നെഗറ്റീവ് ചാർജാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ഐസൊലേറ്റഡ് നെഗറ്റീവ് ചാർജാണ്, അതായത് അതിന് ചുറ്റും, ആ നെഗറ്റീവ് ചാർജിന് ചുറ്റും വേറെ ചാർജുകളൊന്നും തന്നെ ഇല്ലെങ്കിൽ ഈ രീതിയിലായിരിക്കും അതിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ ഉണ്ടാവുക. അതായത് എപ്പോഴും നെഗറ്റീവ് ചാർജിൽ വന്നിട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ അവസാനിക്കുക. ഇതാണ് ഒരു ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളുടെ പാറ്റേൺ. ഇതാണ് ഒരു നെഗറ്റീവ് ചാർജിന് ചുറ്റുമുള്ള ഐസൊലേറ്റഡ് ആയിട്ടുള്ള, അതായത് വേറെ ചാർജുകളൊന്നും അതിന് ചുറ്റും ഇല്ലെങ്കിൽ അതൊരു ഐസൊലേറ്റഡ് ചാർജാണ്. അങ്ങനെ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള നെഗറ്റീവ് ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ ഈ രീതിയിലായിരിക്കും കാണപ്പെടുക. ഇനി എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യം, ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ എവിടെ നിന്ന് മാത്രമേ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ? പോസിറ്റീവ് ചാർജിൽ നിന്ന് മാത്രമേ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. ഒരു പക്ഷേ അത് ഇൻഫിനിറ്റിയിൽ ചെന്ന് അവസാനിച്ചേക്കാം. ഇനി ഒരു നെഗറ്റീവ് ചാർജുകളാണെങ്കിൽ വേണമെങ്കിൽ ഇൻഫിനിറ്റിയിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ വന്ന് നെഗറ്റീവ് ചാർജിൽ വന്ന് അവസാനിച്ചേക്കാം. ഇതാണ് ആദ്യത്തെ പ്രോപ്പർട്ടി. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജസ് ആൻഡ് എൻഡ് അറ്റ് നെഗറ്റീവ് ചാർജസ്. ഒരു ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ എങ്ങനെയാണ്? ഒരു ഐസൊലേറ്റഡ് നെഗറ്റീവ് ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. ഇനി രണ്ട് ചാർജുകൾ ഉണ്ടെങ്കിലോ? അതിൽ രണ്ട് ചാർജുകൾ വേണമെങ്കിൽ ഓപ്പോസിറ്റ് ചാർജുകളാകാം, അതായത് ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവ് ആകാം. അല്ലെങ്കിൽ രണ്ടും സെയിം ചാർജുകളും ആകാം, അതായത് വേണമെങ്കിൽ രണ്ട് പോസിറ്റീവ് വരാം, അല്ലെങ്കിൽ രണ്ട് നെഗറ്റീവ് വരാം. ഇങ്ങനെയാണെങ്കിൽ രണ്ട് ചാർജുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഒന്നാമത്തെ കേസിൽ രണ്ടും ഓപ്പോസിറ്റ് ആണെങ്കിൽ, രണ്ടാമത്തെ കേസ് രണ്ടും നെഗറ്റീവോ അല്ലെങ്കിൽ രണ്ടും പോസിറ്റീവോ ആണെങ്കിൽ അവർക്ക് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ എങ്ങനെയായിരിക്കും? ഇവിടെ നോക്കാം. നമ്മുടെ കയ്യിൽ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവുമാണ് ഉള്ളതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ എപ്പോഴും എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുള്ളൂ, എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ? പോസിറ്റീവ് ചാർജിൽ നിന്ന്. എവിടെയാണ് വന്ന് അവസാനിക്കുള്ളൂ? നെഗറ്റീവ് ചാർജിലേക്ക്. ആ കാര്യങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒബേ ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ പോസിറ്റീവ് ചാർജിൽ നിന്ന് തുടങ്ങി നെഗറ്റീവിൽ വന്ന് അവസാനിക്കുന്നു. നമ്മൾ ലൈനുകൾ വരയ്ക്കുമ്പോൾ ഡയറക്ഷൻ കൊടുക്കാൻ ഒരിക്കലും മറക്കരുത്.
ഡയറക്ഷൻ എങ്ങോട്ടാണ്? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്. എല്ലാ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾക്കും നമ്മൾ ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ ലൈൻ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്, രണ്ടാമത്തേതും മൂന്നാമത്തേതും ഒക്കെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് ഡയറക്ഷൻ. ഇനി 4, 5, 6 ഈ 3 ലൈനുകൾ പോകുന്നത് എങ്ങോട്ട് തന്നെയാണ്? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. ഇനി കുറച്ച് ലൈനുകൾ എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്? പോസിറ്റീവിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് മുകളിലേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം. അത് കറങ്ങി തിരിഞ്ഞ് എങ്ങോട്ട് തന്നെ വന്ന് അവസാനിക്കും? നെഗറ്റീവിൽ തന്നെ വന്ന് അവസാനിക്കും. അതായത് ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും അടുത്തടുത്ത് വെച്ചാൽ ഈ രീതിയിലായിരിക്കും അവർക്ക് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ. ഇനി തിരിച്ചാണെങ്കിലോ, അതായത് 2 പോസിറ്റീവ് ചാർജ് ആണെങ്കിലോ നമ്മൾ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ 2 നെഗറ്റീവ് ചാർജ് ആണെങ്കിലും എടുത്തിരിക്കുന്നത്, നമുക്കറിയാവുന്നതുപോലെ ഒരേപോലെയുള്ള ചാർജുകൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. 2 പോസിറ്റീവോ അല്ലെങ്കിൽ 2 നെഗറ്റീവോ ആണ് അടുത്ത് വരുന്നതെങ്കിൽ അവർ റിപ്പൽ ചെയ്യും. അങ്ങനെയെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളും അതേ രീതിയിൽ വേണം നമ്മൾ വരയ്ക്കാനായിട്ട്. പോസിറ്റീവ് ചാർജിനോട് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ ഈ രീതിയിലായിരിക്കും. രണ്ടാമത്തെ പോസിറ്റീവ് ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളും അതേ രീതിയിലായിരിക്കും. നിങ്ങൾക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല. അതേപോലെ അവർ തമ്മിൽ എന്ത് ചെയ്യുകയാണ്? ഈ ഒരു ഭാഗത്ത്, അതായത് 2 പോസിറ്റീവ് ചാർജുകളുടെ ഏകദേശം മധ്യഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ റിപ്പൽ ചെയ്ത് പോകുന്നു. ഡയറക്ഷൻ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളുടെ ആ ഒരു പാറ്റേൺ ഈ രീതിയിലായിരിക്കും. അതിൻ്റെ ഡയറക്ഷൻ എപ്പോഴും എവേ ഫ്രം പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഇനി നമുക്കിതിൻ്റെ മധ്യഭാഗം നോക്കാം. സെൻറ്റർ നോക്കിക്കഴിഞ്ഞാൽ ഒരു പോയിൻ്റ് ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. പി എന്ന് പറയുന്ന ഒരു പോയിൻ്റ് 2 പോസിറ്റീവ് ചാർജുകളുടെയും മധ്യഭാഗത്തായി ഞാൻ ഇട്ടിട്ടുണ്ട്. അവിടെ നോക്കാം നമുക്ക്. പി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈനെ പോലും നിങ്ങൾക്ക് കാണാനായി സാധിക്കുകയില്ല. അതിൻ്റെ അർത്ഥം ഇതാണ്, പി എന്ന് പറയുന്ന പോയിന്റിൽ ആരില്ല? ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. അതായത് പി എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? 0 ആണ്. അതേപോലെയുള്ള പോയിന്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂട്രൽ പോയിന്റ്. അതായത് 2 പോസിറ്റീവ് ചാർജുകളുടെ മധ്യഭാഗത്തുള്ള പോയിന്റ് എപ്പോഴും എന്തായിരിക്കും? ന്യൂട്രൽ പോയിന്റ് ആയിരിക്കും. അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കുകയില്ല. ഇത് 2 പോസിറ്റീവ് ചാർജുകളുടെ ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളുടെ പാറ്റേൺ ആണ്. നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ 2 നെഗറ്റീവ് ചാർജുകളുടെ ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ വരയ്ക്കാം. പാറ്റേൺ സെയിം ആയിരിക്കും. അതായത് ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ വരയ്ക്കാം. പക്ഷേ ഒരു കാര്യമൊന്നും മാറ്റിക്കൊടുത്താൽ മതി, ഡയറക്ഷൻ. ഇവിടെ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് പുറത്തേക്കായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളുടെ ഡയറക്ഷൻ. രണ്ടും നെഗറ്റീവ് ആണെങ്കിലോ ഡയറക്ഷൻ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടാൽ മതി. അതായത് ഇൻ ടു ദ നെഗറ്റീവ് ചാർജസ്, അതായത് നെഗറ്റീവ് ചാർജുകളുടെ ഉള്ളിലേക്കായിരിക്കും ഡയറക്ഷൻ വരിക. പാറ്റേൺ സെയിം ആണെങ്കിലും ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇങ്ങനെയാണ് 2 ഒരേപോലെ അല്ലാത്ത ചാർജുകൾ, ഓപ്പോസിറ്റ് ചാർജുകളുടെ ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ കാണപ്പെടുക. ഈ രീതിയിലാണ് ഒരേപോലെയുള്ള ചാർജുകളുടെ ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ കാണപ്പെടുക. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ മൂന്നാമത്തെ പ്രോപ്പർട്ടി നോക്കാം. അതായത് ഒരു സിസ്റ്റത്തിൽ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ എങ്ങനെ നമുക്ക് ആ സിസ്റ്റത്തിലെ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളെ വരയ്ക്കാൻ സാധിക്കും? ഇനി ആ സിസ്റ്റം നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലുള്ളതാണെങ്കിൽ, അതായത് ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡ് നോൺ യൂണിഫോം ആണെങ്കിൽ എങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളെ വരയ്ക്കാനായിട്ട് സാധിക്കും? ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്താണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്നാണ്. ഞാൻ 2 സിസ്റ്റങ്ങൾ വരച്ചിട്ടുണ്ട്. ഇത് സിസ്റ്റം എ ആണ്, ഇത് രണ്ടാമത്തെ സിസ്റ്റം ബിയുമാണ്. സിസ്റ്റം എയിലെ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആ സിസ്റ്റത്തിൽ നിങ്ങൾ എവിടെ പോയിൻ്റ് എടുത്ത് നോക്കിയാലും, അതായത് ഞാൻ കുറച്ച് പോയിൻ്റുകൾ വരയ്ക്കാം. ഇത് ഒന്നാമത്തെ പോയിൻ്റാണ്, ഇത് രണ്ടാമത്തെ പോയിൻ്റാണ്, ഇത് 3, ഇത് 4, ഇത് 5 പോയിൻ്റുകൾ ഞാൻ വരച്ചിട്ടുണ്ട്. ഈ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ അവിടെയും ഇവിടെയുമായിട്ടാണ് ഞാൻ ഈ 5 പോയിൻ്റുകൾ വരച്ചിരിക്കുന്നത്. ഈ 5 പോയിൻ്റുകളിലെയും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിക്ക് സെയിം മാഗ്നിറ്റ്യൂഡും സെയിം ഡയറക്ഷനും ആണെങ്കിൽ
ഈ സിസ്റ്റത്തിലുള്ള ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോമാണ്. അതായത് ഒരു സിസ്റ്റം യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണെന്ന് പറയുകയാണെങ്കിൽ ആ സിസ്റ്റത്തിൽ നമ്മൾ എവിടെ പോയിന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ പോയിന്റുകളിലെ ഒക്കെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിക്ക് ഒരേ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കണം, ഒരേ ഡയറക്ഷനുമായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ആ ഇലക്ട്രിക് ഫീൽഡിനെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കുകയുള്ളൂ. ഇനി യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഉള്ള ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളെ എങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം? ഈ രീതിയിലാണ് ആ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്താണ് ആ റെപ്രസെൻറ്റേഷൻ്റെ ഒരു പ്രത്യേകത? എല്ലാ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളും എങ്ങനെയാണ് വരച്ചിരിക്കുന്നത്? പാരലൽ ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. അതായത് പാരലൽ സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളെ വരച്ചിട്ടുള്ളതെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് പറയാൻ സാധിക്കും ആ സിസ്റ്റത്തിലെ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. ഇനി എന്താണ് നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്? നേരത്തെ നമ്മൾ എടുത്തതുപോലെ ഞാൻ 1-2 പോയിന്റുകൾ എടുക്കുകയാണ്. ഞാനിവിടെ 4 പോയിന്റുകൾ എടുത്തിട്ടുണ്ട്. ഇത് 1ാമത്തെ പോയിൻ്റാണ്, ഇത് 2ാമത്തെ പോയിൻ്റാണ്, ഇത് 3ാമത്തെ പോയിൻ്റാണ്, ഇത് 4ാമത്തെ പോയിൻ്റാണ്. ഈ 4 പോയിന്റുകളിലെയും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി പരിശോധിച്ചപ്പോൾ എനിക്ക് പല ആൻസറുകളാണ് കിട്ടിയത്. അതായത് 1ാമത്തെ പോയിന്റിൽ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിക്ക് ഒരു മാഗ്നിറ്റ്യൂഡ്, ഒരു ഡയറക്ഷൻ. 2ാമത്തെ പോയിന്റിലെ ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിച്ചപ്പോഴോ ആദ്യത്തേതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് എനിക്ക് കിട്ടിയത്. 3ാമത്തെ പോയിന്റ് നോക്കിയപ്പോൾ വേറൊരു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഡയറക്ഷൻ വേറെ. 4ാമത്തെ പോയിന്റ് നോക്കിയപ്പോൾ പിന്നെയും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി മാറി, അതായത് മാഗ്നിറ്റ്യൂഡ് മാറി, വേറെ ഡയറക്ഷനായി. അതായത് ഒരു സിസ്റ്റത്തിലെ തന്നെ പല പോയിന്റുകളിൽ ഞാൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി പരിശോധിച്ചപ്പോൾ എനിക്ക് പല ആൻസറുകളാണ് കിട്ടിയത്. അതായത് എല്ലായിടത്തും ഉള്ള എല്ലാ പോയിന്റുകളിലും ഉള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും വ്യത്യസ്തമാണ്. അങ്ങനെയെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡിനെ വിളിക്കുന്ന പേരാണ് നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. എങ്ങനെ നമുക്ക് ഒരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യാം? ഈ രീതിയിലായിരിക്കും നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനായി സാധിക്കുക. അതായത് പാരലൽ അല്ലാത്ത ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ആ സിസ്റ്റത്തിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ടൈപ്പ് ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും? നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. ഒന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാരലൽ ആണെങ്കിൽ അത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡും, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാരലൽ അല്ലെങ്കിൽ അത് നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡും ആയിരിക്കും. ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈനിൽ നമ്മളൊരു ടാൻജൻറ്റ് വരച്ചു കഴിഞ്ഞാൽ ആ ടാൻജൻറ്റ് ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണിച്ചു തരുമെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അടുത്ത 2 പോയിന്റുകൾ. അടുത്ത 2 പ്രോപ്പർട്ടീസ് നോക്കാം. 4ാമത്തെ പ്രോപ്പർട്ടിയാണ് ടാൻജൻറ്റ് ടു എനി പോയിന്റ് ഓൺ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഷോസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. അതായത് ഈ ഒരു കർവ് നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് ലൈനായി കൺസിഡർ ചെയ്താൽ അതിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ എന്ത് വരയ്ക്കണം? ടാൻജൻറ്റ് വരയ്ക്കണം. ഒരു കർവിന് ടാൻജൻറ്റ് വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ കർവിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ മാത്രമേ ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ ടച്ച് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതേപോലെയുള്ള സ്ട്രെയിറ്റ് ലൈനുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ടാൻജൻറ്റ്. അതായത് പി എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ എനിക്ക് അറിയണമെങ്കിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈനിലെ ഒരു പോയിന്റ് എടുത്തിട്ട് ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതേ പോയിന്റിൽ നമ്മളൊരു ടാൻജൻറ്റ് വരച്ചാൽ മതി. ആ ടാൻജൻറ്റിൻ്റെ ഡയറക്ഷനിൽ തന്നെയായിരിക്കും അതേ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡും ആക്ട് ചെയ്യുക. അതാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ്. ടാൻജൻറ്റ് ടു എനി പോയിന്റ് ഓൺ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. ഈ കർവാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. പി ആണ് നമ്മുടെ കയ്യിലുള്ള റെഫറൻസ് പോയിന്റ്. പി എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ എന്ത് വരയ്ക്കുന്നു? ഒരു ടാൻജൻറ്റ് വരയ്ക്കുന്നു. ആ ടാൻജൻറ്റ് നമുക്ക് എന്ത് കാണിച്ചു തരും? ഷോസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്.
ഏത് പോയിന്റിലാണോ നമ്മൾ ടാൻജൻറ്റ് വരച്ചത്, ഏത് പോയിന്റിൽ കൂടിയാണോ നമ്മൾ ടാൻജൻറ്റ് വരച്ചത്, അതേ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ നമുക്ക് ആ ടാൻജൻറ്റ് കാണിച്ചു തരും. ഇതാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ്, അതായത് 4ാമത്തെ പോയിന്റ്. ഇനി അടുത്ത പ്രോപ്പർട്ടിയും ഈ ഒരു പോയിന്റുമായി റിലേറ്റഡ് ആണ്. നോക്കാം. 2 ഫീൽഡ് ലൈൻസ് ക്യാൻ നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. അതായത് ഒരിക്കലും 2 ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ കൂട്ടിമുട്ടുകയില്ല, ഇൻ്റർസെക്റ്റ് ചെയ്യുകയില്ല. ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് 1ാമത്തെ ഇലക്ട്രിക് ഫീൽഡ് ലൈനാണ്. ഞാനിവിടെ 1 എന്ന് എഴുതിയിട്ടുണ്ട്. ഇതൊരു കർവാണ്, ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈനാണ്. രണ്ടാമതായി വേറൊരു ഇലക്ട്രിക് ഫീൽഡ് ലൈനും കൂടി ഞാൻ വരച്ചിട്ടുണ്ട്. അതും ഒരു കർവാണ്, രണ്ടാമത്തെ ഇലക്ട്രിക് ഫീൽഡ് ലൈനാണെന്ന് അവിടെ ലേബൽ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും കാരണവശാൽ ഇവർ കൂട്ടിമുട്ടുകയാണെങ്കിൽ, ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? പി എന്ന് പറയുന്ന പോയിന്റിലാണ് അവർ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. അതായത് 1ാമത്തെ ഇലക്ട്രിക് ഫീൽഡ് ലൈനും 2ാമത്തെ ഇലക്ട്രിക് ഫീൽഡ് ലൈനും പി എന്ന് പറയുന്ന പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതേ പോയിന്റിൽ 2 ടാൻജൻറ്റുകൾ വരയ്ക്കാൻ പറ്റും. അതായത് 1ാമത്തെ കർവിന് ഒരു ടാൻജൻറ്റ് പിയിൽ വരയ്ക്കാം, 2ാമത്തെ കർവിനും പി എന്ന് പറയുന്ന പോയിന്റിൽ മറ്റൊരു ടാൻജൻറ്റും വരയ്ക്കാം. ഇവിടെ 1 എന്ന് എഴുതിയിരിക്കുന്നത് 1ാമത്തെ കർവിൻ്റെ ടാൻജൻ്റാണ്, 2 എന്ന് എഴുതിയിരിക്കുന്നത് 2ാമത്തെ കർവിൻ്റെ ടാൻജൻ്റാണ്. അതായത് ഒരു പോയിന്റിൽ തന്നെ 2 ടാൻജൻറ്റുകൾ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരേ പോയിന്റിൽ ഒരു ഇലക്ട്രിക് ഫീൽഡിന് 2 ഡയറക്ഷനുകൾ, അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന് ഒരു ഡയറക്ഷൻ മാത്രമേ പാടുള്ളൂ. പക്ഷേ 2 ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ ഇൻ്റർസെക്റ്റ് ചെയ്താൽ, ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ നമുക്ക് 2 ടാൻജൻറ്റുകൾ വരയ്ക്കാൻ പറ്റും. അതായത് ഇലക്ട്രിക് ഫീൽഡിന് 2 ഡയറക്ഷൻസ് നമുക്ക് കിട്ടും. പ്രാക്ടിക്കലി ആ ഒരു കാര്യം പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ 2 ഫീൽഡ് ലൈൻസ് ക്യാൻ നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. പ്രോപ്പർട്ടി 6. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്സ്. എന്താണ് ക്ലോസ്ഡ് ലൂപ്പ്? എന്തുകൊണ്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ ക്ലോസ്ഡ് ലൂപ്സ് ഫോം ചെയ്യാത്തത്? അതിനുവേണ്ടി നമുക്ക് നമ്മുടെ പഴയ മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകളിലേക്ക് ഒന്ന് തിരിച്ചു പോകാം. ഇതാണ് നമ്മുടെ മാഗ്നറ്റെങ്കിൽ നോർത്ത് പോളും സൗത്ത് പോളുമുള്ള ഒരു ബാർ മാഗ്നറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നോർത്ത് പോളിൽ നിന്ന് തുടങ്ങി സൗത്ത് പോളിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ വന്ന് അവസാനിക്കും. പക്ഷേ ആ മാഗ്നറ്റിൻ്റെ ഉള്ളിൽ കൂടി സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിലേക്ക് ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ എത്തിച്ചേരും. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, എവിടെ നിന്നാണ് ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഒറിജിനേറ്റ് ചെയ്തത്? നോർത്ത് പോളിൽ നിന്ന്. അത് മാഗ്നറ്റിൻ്റെ പുറത്തുകൂടി സൗത്ത് പോളിലേക്ക് എത്തുകയും പിന്നീട് സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിലേക്ക് എത്തുകയും ചെയ്തു. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈനിന് വേണമെങ്കിൽ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യാം. നോർത്ത് പോളിൽ നിന്ന് തുടങ്ങി നോർത്ത് പോളിൽ തന്നെ ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ വന്ന് അവസാനിച്ചു. അതൊരു ക്ലോസ്ഡ് ലൂപ്പാണ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾക്ക് ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യാൻ സാധിക്കും. അതായത് തുടങ്ങിയിടത്ത് നിന്ന് തന്നെ വന്ന് അവസാനിക്കാൻ സാധിക്കും. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ എന്ത് ഫോം ചെയ്യുന്നില്ല? ക്ലോസ്ഡ് ലൂപ്പുകൾ ഫോം ചെയ്യുന്നില്ല. നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് നമ്മൾ മുമ്പേ പറഞ്ഞ ഒരു ഫിഗറാണ്. ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും അടുത്ത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവർക്ക് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളുടെ പാറ്റേൺ? പോസിറ്റീവിൽ നിന്ന് പുറപ്പെടുകയും നെഗറ്റീവിൽ വന്ന് അത് അവസാനിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും നെഗറ്റീവിൽ നിന്ന് അത് പോസിറ്റീവിലേക്ക് തിരിച്ച് വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ ക്ലോസ്ഡ് ലൂപ്പുകൾ ഫോം ചെയ്യുന്നില്ല. എപ്പോഴും പോസിറ്റീവിൽ നിന്ന് തുടങ്ങുകയും എപ്പോഴും നെഗറ്റീവിൽ വന്ന് അത് അവസാനിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് തിരിച്ച് വരുന്നില്ല. ഒരിക്കലും ക്ലോസ്ഡ് ലൂപ്പുകൾ ഫോം ചെയ്യുന്നില്ല.
ഇനി അടുത്ത പ്രോപ്പർട്ടി നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ കണ്ടിന്യൂവസ് ഓർ എൻഡ്ലെസ് ആൻഡ് ഓൾവേസ് നോർമൽ ടു ദ സർഫസ് ഓഫ് എ ചാർജഡ് കണ്ടക്ടർ. എന്താണ് ആദ്യത്തെ വേർഡിൻ്റെ മീനിങ്? ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ കണ്ടിന്യൂവസ് ആണ് അല്ലെങ്കിൽ എൻഡ്ലെസ് ആണ്. എന്താണ് ആ ഒരു രണ്ട് വേർഡുകൾ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്? കണ്ടിന്യൂവസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തുടർച്ചയുള്ളത് എന്നാണ് അർത്ഥം. അതായത് ഇടയിൽ ബ്രേക്കുകൾ ഒന്നും തന്നെ ഇല്ല. അതുതന്നെയാണ് എൻഡ്ലെസ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ്. ഒരു പോസിറ്റീവ് ചാർജ് മാത്രമേ ഉള്ളുവെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ പോസിറ്റീവിൽ നിന്ന് തുടങ്ങുകയും അത് ഇൻഫിനിറ്റിയിൽ ചെന്ന് അവസാനിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ ഒരു ബ്രേക്കുകളോ അതല്ലെങ്കിൽ ചെറിയ ഗ്യാപ്പുകളോ ഒന്നും തന്നെ ഇല്ല. അതൊരു കണ്ടിന്യൂവസ് ലൈനാണ്, തുടർച്ചയുള്ള ഒരു ലൈനാണ്. അതിന് ഒരിക്കലും ഒരു എൻ പോയിൻ്റ് ഉണ്ടായിരിക്കുകയില്ല. പോസിറ്റീവ് ചാർജ് മാത്രമേ ഉള്ളുവെങ്കിൽ പോസിറ്റീവിൽ നിന്ന് തുടങ്ങുകയും അത് ഇൻഫിനിറ്റിയിൽ മാത്രം ചെന്ന് അവസാനിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ ആ ഇലക്ട്രിക് ഫീൽഡ് ലൈനിൻ്റെ ഇടയിൽ ഗ്യാപ്പുകളോ അതല്ലെങ്കിൽ ബ്രേക്കുകളോ ഉണ്ടായിരിക്കില്ല. ഇനി ഒരു നെഗറ്റീവ് ചാർജ് മാത്രമാണെങ്കിലോ ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ നെഗറ്റീവിൽ വന്ന് അവസാനിക്കുന്നു. ആ ഇൻഫിനിറ്റിയിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എവിടെ വന്ന് അവസാനിക്കുകയുള്ളൂ? നെഗറ്റീവ് ചാർജിൽ മാത്രമേ വന്ന് അവസാനിക്കുകയുള്ളൂ. അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ, ഒരു നെഗറ്റീവ് ചാർജിനും ഇൻഫിനിറ്റിക്കും ഇടയിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾക്ക് ഒരു ബ്രേക്കോ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളുടെ ഇടയിൽ ഒരു ഗ്യാപ്പോ ഉണ്ടായിരിക്കുകയില്ല. അതാണ് ഇവിടെ പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ കണ്ടിന്യൂവസ്. ബ്രേക്കുകളോ ഗ്യാപ്പുകളോ ഒന്നുമില്ലാതെ തുടർച്ചയായി പോകുന്നതാണ് ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. അതിനൊരു എൻഡും ഉണ്ടായിരിക്കില്ല. പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവിൽ നിന്ന് തുടങ്ങുന്നു, അത് ഇൻഫിനിറ്റിയിൽ ചെന്ന് അവസാനിക്കുന്നു. ഒരു നെഗറ്റീവ് ചാർജ് മാത്രമേ ഉള്ളുവെങ്കിൽ ഇൻഫിനിറ്റിയിൽ നിന്ന് അത് വരുന്നു, നെഗറ്റീവിൽ വന്ന് അത് അവസാനിക്കുന്നു. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവുമാണ് ഉള്ളതെങ്കിൽ പോസിറ്റീവിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അത് എവിടെ വന്ന് അവസാനിക്കുകയുള്ളൂ? നെഗറ്റീവിൽ വന്ന് മാത്രമേ അവസാനിക്കുകയുള്ളൂ. അതിൻ്റെ ഇടയിൽ ഒരു ബ്രേക്കുകളോ അതല്ലെങ്കിൽ ഗ്യാപ്പുകളോ കാണാനായി നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഇനി അടുത്ത ഭാഗം നോക്കാം. ആൻഡ് ഓൾവേസ് നോർമൽ ടു ദ സർഫസ് ഓഫ് എ ചാർജഡ് കണ്ടക്ടർ. അത് മനസ്സിലാക്കാനായിട്ട് രണ്ട് തരത്തിലുള്ള ചാർജർ കണ്ടക്ടറുകൾ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഒന്ന് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പുള്ള ഒരു ചാർജർ കണ്ടക്ടറാണ്. അത് പോസിറ്റീവ്ലി ചാർജറാണ്. അങ്ങനെയെങ്കിൽ അതിന് ചുറ്റും എന്തുണ്ടായിരിക്കണം? ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ ഉണ്ടായിരിക്കണം. എങ്ങനെയായിരിക്കും? ഈ ഒരു കണ്ടക്ടറിൻ്റെ സർഫസിന് നോർമലായിട്ട് മാത്രമേ എന്തുണ്ടായിരിക്കുള്ളൂ? ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ ഉണ്ടായിരിക്കുള്ളൂ. ഞാൻ ഇടതുഭാഗത്തെയും വലതുഭാഗത്തെയും ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ മാത്രമേ വരച്ചിട്ടുള്ളൂ. ഇടതുഭാഗത്തെ സർഫസിന് പെർപെൻഡിക്കുലർ ആണ് അല്ലെങ്കിൽ നോർമലാണ് ഈ ഭാഗത്തെ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ. വലതുഭാഗത്തെ സർഫസിന് നോർമലാണ് വലതുഭാഗത്തെ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ. ഇതൊരു പോസിറ്റീവ്ലി ചാർജഡ് ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ബോഡിയുടെ കാര്യമാണ്. അതുകൊണ്ടാണ് എപ്പോഴും പുറമേക്ക്, എവേ ഫ്രം പോസിറ്റീവ്, നമ്മൾ ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇനി അതൊരു സ്ഫെറിക്കൽ ബോഡി ആണെങ്കിലോ എന്ത് സംഭവിക്കും? അതൊരു നെഗറ്റീവ്ലി ചാർജഡ് ബോഡിയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലും ആ സ്ഫെറിക്കൽ ബോഡിയുടെ സർഫസിന് നോർമലായിട്ടായിരിക്കും എന്ത് പോവുക? ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ പോവുക. ഇവിടെ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ എപ്പോഴും നെഗറ്റീവ്ലി ചാർജഡ് ബോഡിയിലേക്കാണ് എത്തിച്ചേരുക. അതേസമയം നെഗറ്റീവ്ലി ചാർജഡ് ബോഡിയുടെ സർഫസിന് നോർമലായിട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ ആക്ട് ചെയ്യുക. ഇതാണ് ആറാമത്തെയും ഏഴാമത്തെയും പ്രോപ്പർട്ടികൾ. Electric field lines are continuous or endless and always normal to the surface of a charged conductor. ഒരു സിസ്റ്റത്തിലെ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളുടെ പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ സിസ്റ്റത്തിലെ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ സാധിക്കുമോ? ഇതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു സിസ്റ്റത്തിലെ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളുടെ പാറ്റേൺ, അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ വളരെ അടുത്താണോ, അതോ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ പാരലൽ ആണോ, അതോ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ വളരെയധികം അകന്നിട്ടാണോ, ഇതൊക്കെ അറിയാമെങ്കിൽ നമുക്ക് ആ സിസ്റ്റത്തിലെ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാനായി സാധിക്കും. ഇവിടെ രണ്ട് സിസ്റ്റം വരച്ചിട്ടുണ്ട്. ഇത് സിസ്റ്റം എ ആണ്, ഇത് സിസ്റ്റം ബി ആണ്. രണ്ട് സിസ്റ്റത്തിലെയും ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ പാരലലാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? സിസ്റ്റം എയിലെയും സിസ്റ്റം ബിയിലെയും ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോമാണ്.
അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളെല്ലാം പാരലൽ ആയതുകൊണ്ട് രണ്ട് സിസ്റ്റങ്ങളിലെയും ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോമാണ്. ഇനി ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ സാധിക്കുമോ? തീർച്ചയായും സാധിക്കും. നോക്കൂ, ദ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഗിവ്സ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അതായത് ആ ഒരു ഡെൻസിറ്റി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവർ തമ്മിലുള്ള ആ ഒരു സെപ്പറേഷനാണ്. ഇവിടെ ഞാൻ വളരെ ചെറിയൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് സിസ്റ്റങ്ങളുടെയും വലുപ്പം ഒന്ന് തന്നെയാണെങ്കിലും ഇവിടെ ഞാൻ ഏകദേശം 6 ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ വരച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ 4 ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളെ വരച്ചിട്ടുള്ളൂ. അതായത് ഈ ഒരു സിസ്റ്റത്തിലെ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളുടെ ഡെൻസിറ്റി കൂടുതലാണ്. ഒരുപാട് ചെറിയ ഏരിയയിൽ ഒരുപാട് ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ ഞാൻ വരച്ചിട്ടുണ്ട്. അത്രത്തോളം തന്നെ ഏരിയയിൽ ഇവിടെ കുറച്ച് ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളെ വരച്ചിട്ടുള്ളൂ. അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളുടെ ഡെൻസിറ്റി സിസ്റ്റം എയിൽ കൂടുതലും ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളുടെ ഡെൻസിറ്റി സിസ്റ്റം ബിയിൽ കുറവുമാണ്. അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ ഈ സിസ്റ്റത്തിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡും വലുതായിരിക്കും. ഡയറക്ഷൻ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡ് കൂടുതലാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എത്രയാണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടില്ല. ഇനി സിസ്റ്റം ബി നോക്കാം. സിസ്റ്റം ബിയിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വെക്ടർ ക്വാണ്ടിറ്റിയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും അറിയണം, ഡയറക്ഷനും അറിയണം. ഡയറക്ഷൻ പറഞ്ഞിട്ടുണ്ട് വലതുവശത്തേക്കാണ്. മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും മാഗ്നിറ്റ്യൂഡ് കുറവാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിന് കാരണം എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് കുറച്ച് കൂടുതലാണ്. അതായത് ഡെൻസിറ്റി കുറവാണ്. ഒരു സിസ്റ്റത്തിലെ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളുടെ ഡെൻസിറ്റി അറിയാമെങ്കിൽ നമുക്ക് ആ സിസ്റ്റത്തിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ചുള്ള ചെറിയൊരു ഐഡിയ കിട്ടും. ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് കൂടുതലായിരിക്കും. ഡെൻസിറ്റി കുറവാണെങ്കിൽ മാഗ്നിറ്റ്യൂഡും കുറവായിരിക്കും.